യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, എൻ്റെ ആധ്യാത്മിക മക്കളെ, നിങ്ങളെല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസിക്കുവാനും ഒരു പുതുവർഷം ആശംസിക്കുവാനും ഞാനിവിടെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ രോഗിയാണ്. ഇപ്പോഴും ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്നു. നിങ്ങൾ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, എന്നെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സ്നേഹത്തിനും എനിക്കെന്ന സപ്പോർട്ടിനും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ആദ്യമേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ദൈവം എന്നോട് കാണിച്ച വലിയ സ്നേഹമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ മരണത്തിൻ്റെ വാതിൽ വരെ ഞാൻ എത്തി. അവിടെ നിന്നും കർത്താവ് എന്നെ രക്ഷിച്ചു, എനിക്ക് ജീവൻ നൽകി. കഴിഞ്ഞ 1 വർഷവും എനിക്ക് 10-16 ഇടങ്ങളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. നാട്ടിൽ വരാനും കാരിശ്വാനി വരുവാനും ജൂബിലി കൺവെൻഷൻ നടത്തുവാനും കർത്താവ് എനിക്ക് അവസരം നൽകി. എല്ലാം ഓർക്കുമ്പോൾ കർത്താവ് നന്ദി. ക്രിസ്മസിനെ പറ്റി അല്പം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ അവസരത്തിൽ എന്താണ് ക്രിസ്മസ്? എന്തിനാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്? പുറമേയുള്ള ചില ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ക്രിസ്മസ് മരവും അല്ലെങ്കിൽ കുറേ നക്ഷത്രങ്ങളും കെട്ടിത്തൂക്കി കുറേ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തിന്ന് കുറേ വെടികെട്ടും നടത്തി പുതിയ വസ്ത്രവും ധരിച്ച് പുറമേ ഉള്ള മോടി പിടിപ്പിച്ചുള്ള ഒരു ക്രിസ്മസ് ആണോ, അതോ ആഴത്തിൽ അർത്ഥമുള്ള ഒരു ക്രിസ്മസ് ആണോ നമ്മൾ ആഘോഷിക്കുന്നത്? ആദ്യം നമ്മൾ നോക്കണ്ടേ, എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? എനിക്കൊന്ന് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് സ്നേഹം തരുവാനാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം യേശുവിലൂടെ പ്രകടമാക്കി. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 വചനം 16, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. ഇതായിരുന്നു പിതാവിൻ്റെ ആ സ്നേഹം. ഈ സ്നേഹം യേശു ആ പുൽക്കൂട്ടിൽ ജനിച്ച നിമിഷം മുതൽ കാൽവരി വരെ കാണിച്ചു. വലിയ സ്നേഹം കാണിച്ചു. തൻ്റെ ദൈവികത്വം മറച്ചു വെച്ചുകൊണ്ട് ഒരു മനുഷ്യനായി തീർന്ന നമ്മളെപ്പോലെ അവതാരം ചെയ്തു തന്നെ വലിയൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ആൾ വന്നതെന്തിന്? നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാനും നമ്മളെ രക്ഷിക്കുവാനും നമുക്കായിട്ട് സ്വർഗം തുറന്നു തരുവാനും. അതെ, ഈശോ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ വായിക്കുമ്പോൾ ചുറ്റുപാടും കണ്ട ആ പാപികൾക്കെല്ലാം പാപമോചനം കൊടുത്തു. ഈ വർഷം കരുണയുടെ വർഷമായിട്ടാണല്ലോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. എന്താണ് ദൈവത്തിൻ്റെ കരുണ? ഞാൻ പറയും ദൈവത്തിൻ്റെ സ്നേഹം. പാപികളെ അവിടുന്ന് സ്നേഹിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാരെ തേടിയല്ല എന്ന്. ഞാൻ നല്ലതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നീതീകരിക്കപ്പെട്ടു എന്ന് കരുതുന്നവർ, രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നവർ തേടിയല്ല വന്നത്. പിന്നെയോ പാപികളെ തേടിയാണ് അവിടുന്ന് വന്നത്. അതാണ് അവിടുത്തെ സ്നേഹം, അതാണ് അവിടുത്തെ കരുണ. മാത്രമല്ല, രോഗികളെ കണ്ടു, തളർവാദ രോഗികളെ കണ്ടു, അന്ധരെ കണ്ടു, കുരുടരെ കണ്ടു, ചെകിടരെ കണ്ടു. അവരെല്ലാം അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി. അതെ, അവിടുത്തെ ശരീരത്തിൽ നിന്നും അവിടുത്തെ ഹൃദയത്തിൽ നിന്നും സ്നേഹം ഒഴുക്കിയാണ് അവരെ സുഖപ്പെടുത്തിയതും വിമോചിപ്പിച്ചതും. അവിടുന്ന് പിശാചുബാധിതരെയും നമുക്കറിയാം വിമോചിപ്പിച്ചു. അതെല്ലാം അത് ഈശോയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഒഴുക്കായിരുന്നു. ഹല്ലേലൂയ! ഈശോ അത് ഇന്നും ജീവിക്കുന്നു. നമ്മളിതൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഓർക്കരുത് ഇതൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളാണെന്ന്. ഇന്നും നമ്മുടെ മധ്യത്തിൽ നടക്കുന്നതാണ് ഇതെല്ലാം. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ! ഇന്നും അവിടുത്തെ ഹൃദയത്തിൽ നിന്നും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നും ഈ ജീവജലം, സ്നേഹത്തിൻ്റെ ജീവജലം, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകുകയാണ്. പാപങ്ങൾ മോചിച്ചുകൊണ്ട്, രോഗങ്ങൾ സുഖമാക്കിക്കൊണ്ട്, പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചുകൊണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് ലേഖനം അധ്യായം 5 വചനം 5 പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ സ്നേഹത്താലാണ് ദൈവത്തെ സ്നേഹിക്കുന്നതും പരസ്പരം സ്നേഹിക്കുന്നതും. ഈ സ്നേഹം ഉള്ളിലാക്കിക്കൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരേണ്ടത്.
ഞാൻ ഈ ധ്യാനങ്ങൾക്കൊക്കെ എവിടെ പോയാലും ഏറെ പേരുടെ പരാതി എന്താണ്? എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല, അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കളാണ് ഇപ്പോൾ എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, അവർക്കും സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ അപരാധികളാണ് എല്ലായിടത്തും കേൾക്കുന്നത്. സ്നേഹമില്ല, സ്നേഹമില്ല. നമ്മൾ വായിക്കുന്നുള്ള മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 12-ാം വചനത്തിൽ പാപം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്നേഹം തണുത്തുപോയി എന്ന്. ശരിയായിരിക്കാം. നമുക്കറിയാം, ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ ലോകം തിന്മയുടെ പിടിയിലാണ്, പാപത്തിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് സ്നേഹം ക്ഷയിച്ചു പോയിരിക്കുന്നു, സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ഈ തണുത്തുപോയ സ്നേഹത്തെ ചൂടാക്കാനായിട്ടാണ് ഈശോ വന്നത്. അതെ, ഈ തണുത്തുപോയ ഹൃദയത്തെ വെട്ടിമാറ്റി ഒരു പുതിയ ഹൃദയം തന്ന് സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനാണ് അവിടുന്ന് വന്നത്. എസെക്കിയേൽ പ്രവാചകൻ 36-ാം അധ്യായം 26-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ശിലാതുല്യമായ ഹൃദയം വെട്ടി നീക്കി മാംസതുല്യമായ ഹൃദയം നൽകി ഒരു പുതുജീവൻ നിനക്ക് തരും, പുതിയ ആത്മാവിനെ തരുമെന്ന്. ഇതാണ് ഈ നവീകരണ കാലത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ കരിസ്മാറ്റിക് ധ്യാനം കൂടി ഏതെങ്കിലും നവീകരണ ധ്യാനങ്ങളിൽ കൂടി നമ്മൾ ഹൃദയത്തിൽ ഈ സ്നേഹമാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹമാണ് ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ടത്. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കേണ്ടത് ഈശോയാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും ഈശോ വന്നത് സ്നേഹം തരുവാൻ മാത്രമല്ല, നമുക്ക് സന്തോഷവും സമാധാനം തരുവാനായിട്ടും കൂടിയാണ് വന്നത്. നമുക്കറിയാം, മാലാഹമാർ പാടി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. ഇനിയും നമുക്കറിയാം, ആ മാലാഹമാര് വീണ്ടും പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് അവര് ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സന്തോഷം തരുന്ന ഒരു സദ്വാർത്തയാണ് അറിയിക്കുന്നത് എന്ന്. യേശുവിൻ്റെ ജനനം തന്നെ ആളുകൾക്ക് ശാന്തി, സമാധാനം, സന്തോഷം നൽകി. യേശു എവിടെയായിരുന്നു അവിടെയെല്ലാം ആളുകൾ സന്തോഷവും സമാധാനവും അനുഭവിച്ചു. ഈശോ അവസാനവും പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾ തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ഈ സമാധാനം നിങ്ങളോടുകൂടി എന്നും ഉണ്ടായിരിക്കും. ഇതനുഭവിച്ച അപ്പസ്തോലൻ പറഞ്ഞല്ലോ, സദാസമയം സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഫിലിപ്പിയർ അധ്യായം 4 വചനം 4. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ നമ്മുടെ ഹൃദയത്തിൽ ഈ സന്തോഷമുണ്ടോ? ഈ സമാധാനമുണ്ടോ? അതോ ഒത്തിരി ആകുലത, ഉത്കണ്ഠ, വെറുപ്പ്, അസ്വസ്ഥതയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്? എങ്കിൽ നമുക്ക് ക്രിസ്മസിന് അർത്ഥമില്ലാതായിത്തീരുന്നു. ക്രിസ്മസിന് നമ്മൾ ദൈവസ്നേഹവും പരസ്നേഹവും അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ഈ ആഴമായ ശാന്തി, സമാധാനം അനുഭവിക്കണം. നമുക്കാണ് സാർ ഏറെ ആളുകൾ ഇന്ന് ഒത്തിരി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആകുലതയിൽ, ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിന് വേണ്ടിയിട്ട് മരുന്നെടുക്കാൻ പോലും പോകുന്നു. അതെ, എപ്പോൾ നോക്കിയാലും ഒരു പുഞ്ചിരി മുഖത്തില്ല എന്ന് പറയും. നമുക്ക് അതൊക്കെ മാറ്റി ഈ ക്രിസ്മസ് വേളയിൽ പുഞ്ചിരിക്കുന്നതായിട്ട് മാറാൻ. അതെ, മദർ തെരേസ പണ്ട് പറഞ്ഞതുപോലെ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ പുഞ്ചിരിയിലും കൊടുക്കാം. പക്ഷെ പുഞ്ചിരി കൊടുക്കണമെങ്കിൽ ഹൃദയത്തിൽ ആനന്ദമുണ്ടായിരിക്കണം, ഹൃദയത്തിൽ സമാധാനം. ഇത് യേശുവിലൂടെ മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛാ, യുദ്ധങ്ങൾ നടക്കുന്നു, സിറിയയിൽ കൊലപാതകം, രക്തസാക്ഷിത്വം, ആഫ്രിക്കയിലാണെങ്കിൽ കൊലപാതകം, ബൊക്കോ ഹറാം, ഐസി, അൽ ഖ്വയ്ദ, ഇതെല്ലാം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. അത് ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും സിറിയയിൽ പോയി ബോംബിടുന്നു. ഈ അവസരത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാവുക വെച്ചാ? പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം എന്ന് ഈ ക്രിസ്മസിലൂടെ കർത്താവ് തരുന്ന സന്ദേശം. ലോകത്തിൽ ഒരു പക്ഷേ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ആകുലതകളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു ക്രിസ്ത്യാനി അടി പതറാതെ യേശുവിനോട് ചേർന്നിരുന്നു കൊണ്ട്, യേശുവിന് ശാന്തിയും സമാധാനവും ശക്തിയും അനുഭവിച്ചുകൊണ്ട്, എപ്പോഴും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകേണ്ടവൾ ആണ്. ഇതാണ് നമുക്ക് കർത്താവ് തരുന്ന സന്ദേശം. നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, നമ്മൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കരുത്. നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ അവിടുത്തെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ജ്ഞാനസ്നാനം മുതൽ അനുഭവിക്കുന്നവരാണ്. നമ്മൾ വേർതിരിച്ചപ്പെട്ട ദൈവജനമാണ് എന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ വ്യത്യസ്തത നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ ആരാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. നോക്കൂ, ക്രിസ്ത്യാനി അവൻ സന്തോഷിക്കുന്നു, സമാധാനമായി ജീവിക്കുന്നുവെന്ന് ആദിമ നൂറ്റാണ്ടിൽ രക്തപ്പുഴ ക്രിസ്ത്യാനികളെ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ മതപീഡനത്തിലൂടെ
ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ക്രൂശിച്ചപ്പോഴും തീയിൽ കത്തിച്ചപ്പോഴുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന വിജാതികൾ പറയുമായിരുന്നു, നോക്കൂ അവർക്കെന്തൊരു സന്തോഷം, അവർക്കെന്തൊരു ആനന്ദമെന്ന്. യേശുവിന് വേണ്ടി മരിക്കുന്നതും യേശുവിന് വേണ്ടി രക്തം ചിന്തുന്നതും അവർക്ക് ആനന്ദമായിരുന്നു. ഞാൻ കാരിസ്മാനിൽ വെച്ച് നിങ്ങളോട് സംസാരിച്ചതുപോലെ എന്നോടൊത്ത് കഴിഞ്ഞ 10-15 വർഷം പ്രവർത്തിച്ച ഒരു ജർമ്മൻകാരനായ ജോസഫ്, മുസ്ലിങ്ങളുടെ മാനസാന്തര പ്രവർത്തികൾ ചെയ്തിരുന്നവൻ, ഈ അടുത്തൊരു നാളിൽ ഇറാഖിൽ വെച്ച് വധിക്കപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൈ വെട്ടിമാറ്റിയപ്പോഴും കാല് വെട്ടിയപ്പോഴും കണ്ണു ചുരന്നെടുത്തപ്പോഴെല്ലാം പറഞ്ഞതെന്താണ്? അതെ, എൻ്റെ അറ്റുപോയ കൈകളും കർത്താവിനെ സ്തുതിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലുള്ള ആ ധൈര്യം ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവർക്കുണ്ടായിരുന്നു. ഏറെപ്പേർക്കുണ്ടേ നമുക്കറിയാം. നിങ്ങൾ വായിക്കുന്നുണ്ട് ആ കഥകളൊക്കെ. ഇത് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. ഈ അവസരത്തിൽ നമ്മൾ പതറാൻ പാടില്ല, നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനി എപ്പോഴും അതെ എമാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടി എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ ആ ശക്തി, സ്നേഹവും ആ കൂടെയിരിപ്പും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇല്ലാതെ വിജാതിയെ പോലെ നമ്മളും മറ്റുള്ള കണക്കൂട്ടൽ, ലൗകികമായ കണക്കൂട്ടലിലൂടെ ഭൗമികമായ കണക്കൂട്ടലിലൂടെ പോകുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. നമുക്കൊരു ആധ്യാത്മിക കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അതെ, ഇതോടുകൂടി ആയിരിക്കട്ടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് കാലുകുത്തുവാനും ഈ സന്തോഷം, സമാധാനം, സ്നേഹവും അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം അനുഭവിക്കണം. നമ്മൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ആ പുൽക്കൂട്ടിലേക്കൊന്ന് നോക്കിക്കേ, ഐശോ പറഞ്ഞു കിടക്കുന്നത് ഒരു രാജാവായിട്ടാണ്. നമുക്കറിയാം, ഗബ്രിയേൽ മാതാവിനോട് പറഞ്ഞു, നിന്നിൽ നിന്ന് പിറക്കുന്നവന് രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന്. ലൂക്ക 1:33. എങ്കിൽ എങ്ങനെയാണ് ആ രാജ്യത്തിലെ അംഗമായിരിക്കുന്നത് നിങ്ങളും ഞാനും? പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ വിശുദ്ധീകരണവും സന്തോഷവും സമാധാനവുമാണ് ദൈവരാജ്യം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-17 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ശാന്തി, സമാധാനം, സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ നാം ആ രാജാവായ യേശുക്രിസ്തുവിൻ്റെ അംഗങ്ങളാണ്. യേശുക്രിസ്തുവിലാണ്, യേശുക്രിസ്തുവിൻ കീഴിലാണ്, യേശുക്രിസ്തുവിൻ അധികാരത്തിന് കീഴിലാണ്. ഇതാണോ ഈശോ വന്ന രാജാവാകാന്? ഈശോ എൻ്റെ ഹൃദയത്തിൽ രാജാവാണെന്ന് ഞാൻ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നെ മുഴുവനായിട്ട് ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഈശോയുടെ ആത്മാവിലാണോ ഞാൻ നയിക്കപ്പെടുന്നത്? എങ്കിലേ ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ഇല്ല എങ്കിലുള്ളതെല്ലാം പുറമേ ഉള്ളതാണ്. ഇതിന് ഏറ്റവും ആവശ്യം, പ്രിയപ്പെട്ടവരെ, മാനസാന്തരം. പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് ഹൃദയത്തെ വെടിപ്പുള്ളതാക്കി തീർക്കുക. ഈശോ തന്നെ പറഞ്ഞില്ലേ, അനുതപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:19. ഈ ക്രിസ്മസ് അത് നമുക്ക് ആഴമായിട്ട് ഒരുങ്ങി അനുഭവിക്കാം. ഈശോ ഹൃദയത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ അനുഭവിക്കാം. എന്നിട്ട് അത് ജനുവരി മാസത്തിലേക്ക് കാലുകുത്തി ഈ പുതിയ വർഷം മുഴുവൻ ഈ സന്തോഷവും സമാധാനവും അനുഭവിച്ച് കഥാവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നിശ്ചയമായിട്ടൊരു പുതിയ ജീവിതത്തിലേക്ക് കടഞ്ഞ ഒരാൾ ഉത്കണ്ഠ കൂടാതെ കണ്ട് പുതിയ ആ വർഷത്തിൽ ജീവിക്കും. പുരാതന റോമിൽ ജാനൂഷ് എന്ന് പറയുന്ന ഒരു ദേവന്റെ പ്രതിമയുണ്ട്. 2 തലയുണ്ട്. ഒരു തല പുറകോട്ടും ഒരു തല മുന്നോട്ടും ഇരിക്കുന്നു. പുറകോട്ടിരിക്കുന്ന തലയെപ്പറ്റി പറയുന്നത് പഴയകാല ജീവിതത്തെപ്പറ്റി വിലയിരുത്തുവാനും, ആൻഡ് മുന്നോട്ടിരിക്കുന്ന തല വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും, അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനും എന്നാണ്. അതുകൊണ്ടാണ് ജനുവരി എന്ന് പറയുന്നത് ജാനൂഷ് എന്ന ദേവന്റെ പേരിൽ നിന്ന് വന്നതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജീവിതകാലത്തിൽ ഈശോ നിങ്ങൾക്കും എനിക്കും ചെയ്ത നന്മ കാര്യങ്ങൾ, നമുക്ക് ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൃപയല്ലേ? എന്തെല്ലാം ഭൗമികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ കിട്ടി. അതെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നിൽ വിശ്വസിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അവിടുന്ന് വർഷിക്കുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെപ്പോഴും ധ്യാനിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പോകുന്ന പക്ഷം ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ല, ഭയത്തിന് ഇടമില്ല. ദൈവമേ, എങ്ങനെയായിരിക്കും അടുത്ത വർഷം? എനിക്കെന്ത് സംഭവിക്കും? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? എൻ്റെ ഭാവിക്ക് എന്ത് പറ്റും? എൻ്റെ ജോലിക്ക് എന്ത് സംഭവിക്കും എന്ന് ഓർത്ത് ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്തുകൊണ്ട് നിരാശരായി കഴിയേണ്ട ആവശ്യമില്ല. നമുക്ക് കർത്താവ് ചെയ്ത് നല്ല കാര്യങ്ങളെ ഓർക്കാം. അതുപോലെ നമുക്ക് ഭാവിയിൽ കർത്താവ് തരാൻ പോകുന്നതിനെ പറ്റി ഓർക്കാം. അവയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ നന്ദി പറയാം. ഇനിയും പുതുവർഷം എന്നാണ് നമ്മൾ പറയുന്നത്.
നമുക്കറിയാം ബൈബിൾ മുഴുവൻ ഈ പുരുജീവിതത്തെ പറ്റിയുള്ള സന്ദേശങ്ങളാണ് തരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയൊരു വന്നു കഴിഞ്ഞു. 2 കൊറിന്തോസ് അധ്യായം 5:17. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പഴയത് പോയി, പുതിയതാണ്. പഴയ നമ്മുടെ ഒരു പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാഞ്ഞത്, നമ്മൾ ആവശ്യപ്പെട്ട് കിട്ടാതിരുന്നത്, അതൊക്കെ ഓർത്ത് നമ്മൾ വെറും പെസിമിസ്റ്റായിട്ടിരിക്കാതെ കണ്ട് കർത്താവ് പറയുന്നത് ഭാവിയെ ഉറ്റുനോക്കൂ, ഭാവിയെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകുവാനാണ്. നമുക്ക് അതുകൊണ്ട് പഴയതെല്ലാം വിസ്മരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ നോക്കി, യേശുക്രിസ്തു നമുക്ക് തരുവാനുള്ള കൃപകളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഈ പുതിയ വർഷത്തിൽ മുന്നോട്ട് പോകാം. യുദ്ധമുണ്ടാകട്ടെ, ആളുകൾ 3ാം ലോകമഹായുദ്ധം ഉണ്ടാകട്ടെ, ആകാശം ഇടിഞ്ഞു വീഴട്ടെ, ഭൂമി കുലുങ്ങട്ടെ, ഇതൊന്നും ഒരു ക്രിസ്ത്യാനിയെ ഭയപ്പെടുത്തുകയില്ല. അവൻ ഒരു പുതിയ ഹൃദയത്തിലൂടെ, പുതിയ മനസ്സിലൂടെ നിങ്ങൾക്കായി ഞാനൊരു ശുഭമായ ഭാവി ഒരുക്കിയിരിക്കുന്നു, നിങ്ങളുടെ നാശത്തിനല്ല പിന്നെയോ നിങ്ങളുടെ നന്മയ്ക്കാണ് എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ കരങ്ങൾക്ക് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് നമ്മൾ വായിക്കുന്നത് ജെറമ്യാ പ്രവാചകൻ അധ്യായം 29:11. നമുക്കായി പദ്ധതിയും പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ശുഭാപ്തി വിശ്വാസത്തോടെ, ഈ ഒപ്റ്റിമിഷത്തിലൂടെ ഈ പുതിയ വർഷത്തിലേക്ക് കാലുകുത്താം, ധൈര്യമായി മുന്നോട്ട് പോകാം. ഇതിനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെ, എൻ്റെ ആധ്യാത്മിക മക്കളെ, എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളവരെ, എന്നെ സ്നേഹിക്കുന്നവരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും 2015 ക്രിസ്മസും 2016 പുതുവർഷവും ഞാൻ ആശംസിക്കുന്നു. കണിശമായിട്ടും ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ പേറുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. നിങ്ങളോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് അസ്വസ്ഥതയോ വിഷമോ ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് ഈ പുതിയ വർഷം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാം, കർത്താവിന് സ്നേഹം അനുഭവിച്ചുകൊണ്ടും ശാന്തി അനുഭവിച്ചുകൊണ്ടും. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഓർത്തു പോകുന്ന കൽക്കട്ടയിൽ എന്നോട് ധ്യാനം കൂടിയ ഒരു ബോബിയുടെ കഥയാണ്. അവൻ ധ്യാനം കൂടുമ്പോൾ അവന് പല രോഗങ്ങളുണ്ടായിരുന്നു, അവന് അസ്വസ്ഥതകളുണ്ടായിരുന്നു, ആകുലതകളുണ്ടായിരുന്നു. അവന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിച്ചത്. പെട്ടെന്നാകട്ടെ എന്ന് ഞാൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ കേട്ടു. അവനൊരു നല്ല കുമ്പസാരം നടത്തി, ധ്യാനം കൂടി, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അതിന് മുമ്പിലുണ്ടായിരുന്നതിനേക്കാൾ ആകുലതകളും ഉത്കണ്ഠകളുമാണ് ഉണ്ടായ ജീവിതത്തിൽ. അപകടത്തിൽപ്പെട്ടവൻ്റെ കാല് പോയി, അവൻ്റെ അപ്പനും അമ്മയും മരിച്ചു, സ്വന്തം ഒറ്റപ്പെങ്ങൾ മരിച്ചുപോയി. ഇതെല്ലാം സംഭവിച്ചിട്ടും അവനിപ്പോൾ ഒറ്റക്കാലനായിട്ട് ബൈബിളും കൈപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരു തെണ്ടിയല്ല എങ്കിലും തെണ്ടിയെപ്പോലെയാണ് തെരുവുകളിൽ വചനം പ്രഘോഷിച്ച് നടക്കുന്നത്. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കണം. എന്നാലും അവൻ്റെ ഹൃദയത്തിൽ സന്തോഷം, പുഞ്ചിരി കൊടുത്തുകൊണ്ട് എല്ലാവരോടും സമാധാനം ആശംസിച്ചു പോകുന്നു. അവനെ ഞാൻ ക്രിസ്മസ് ബോബി എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്കും അങ്ങനെ ഒരു ക്രിസ്മസ് ബോബിയായി മാറാം. പഴയതെല്ലാം കടന്നുപോയി, പുതിയ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ആശയം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ധൈര്യത്തോടെ പോകാം. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.